അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിദാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിദാക മത്ലൂബി. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിറം വെളിച്ചമാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മൾക്ക് സമാധാനം നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ, എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാനു ശരീഫിലെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസം മുഴുവനും അല്ലാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമ്മൾക്ക് നൽകട്ടെ. ഇബ്ലീസിന്റെ ശർറുകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല നല്ല ദിവസങ്ങളും ദിനരാത്രങ്ങളും നമ്മളിൽ നിന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനം നമ്മൾ എത്തുന്നത് പരിശുദ്ധമായ റമളാനു ശരീഫിലേക്കാണ്. റമളാനു ശരീഫ് ഇനി നമ്മളിലേക്ക് അടുക്കാൻ 30 ദിവസം മാത്രമാണ്. അതിന്റെ മുമ്പ് എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളെ ഖൽബ് ശുദ്ധിയാക്കണം, നമ്മളെ ഹൃദയം ശുദ്ധിയാക്കണം, അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കണം. ധാരാളം ഇബാദത്തുകൾ ചെയ്യണം, ധാരാളം ദിക്റുകൾ ചൊല്ലണം, ധാരാളം സലാത്തുകൾ ചൊല്ലണം. അതിന് ഈ പരിശുദ്ധമായ ശഅബാനു ശരീഫ് നമ്മൾ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം. ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ദിക്ർ ചൊല്ലുക, സലാത്ത് ചൊല്ലുക. വെറുതെ മൊബൈൽ ഫോൺ കളിക്കാതെ, അതല്ലെങ്കിൽ യൂട്യൂബിൽ കയറി കണ്ണി കണ്ട സിനിമയും സീരിയലൊന്നും കാണാതെ, പാട്ടുകളൊന്നും കേൾക്കാതെ, എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ദിക്റുകൾ സലാത്തുകൾ മജ്ലിസിൽ പങ്കെടുക്കുകയും ദിക്റുകളും സലാത്തുകളും ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കാൻ നാം എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തെ പോരിശ ലഭിക്കാൻ, മഹത്വം ലഭിക്കാൻ ദിക്റിലേക്ക് സ്വലാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വഇലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർഷിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദ്റത്തി അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദ്റത്തി ഖുത്ബിൽ ആലം സിയം വലിയില്ലാഹിൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദ്റത്തി ഖദ്ർ അലൈഹിസ്സലാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ
الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. وإلى حضرة أصحاب البدرين الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. ഇനി നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ ദുഃഖങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് മഹാന്മാരുടെ പേരിലാണ് ഫാത്തിഹ ഓതിയത്. ആ മഹാന്മാരെ മദദ് നൽകണേ അല്ലാ, പൊരുത്തം നൽകണേ അല്ലാ, അവരുടെ ശുപാർശ നൽകണേ അല്ലാ, അവരുടെ സഹായം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അല്ലാ അല്ലാ എന്ന് പറയുന്ന ഒരു ദിക്റാണ്. അല്ലാ അല്ലാ എന്ന് പറയുന്ന ഇസ്മ് നമുക്കറിയാം, അതാണ് ഏറ്റവും വലിയ ഇസ്മ് എന്ന് ചില മഹാന്മാര് അഭിപ്രായപ്പെട്ടതായി കാണാം. ഇൻഷാ അല്ലാ ഈ ദിക്റിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് നമ്മൾ ബരമേൽപ്പിക്കുകയാണ്. അള്ളാഹുവിലേക്ക് നമ്മളുടെ സർവ്വകാര്യങ്ങളും ബരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, മറ്റാരും ഇല്ല. അപ്പൊ അള്ളാഹുവിലേക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബരമേൽപ്പിക്കുകയാണ്. ആത്മാർത്ഥമായി ചൊല്ലുക. അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു. നമ്മൾ അല്ലാ എന്നിങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുകയാണെന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകണം. അള്ളാഹുവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ റബ്ബിനെ ഞാൻ ഓർക്കുകയാണ് എന്നൊരു ചിന്ത നമ്മളെ കൽബ് ഇങ്ങനെ പെടപെടക്കണം എന്നാണ്. അല്ലാതെ എന്തോ രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദിക്റുകളും സലാത്തുകളും ഒന്നും ചൊല്ലണ്ട. നമ്മൾ ഈ ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലുമ്പോൾ പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ എത്തണം. നമ്മളെ കൽബ് ഇങ്ങനെ നമ്മൾ എന്നും മജ്ലിസ് നടത്തുമ്പോൾ ആ മജ്ലിസിലൂടെ നമ്മളെ മനസ്സുകളും നമ്മളെ വൃത്തികെട്ട സ്വഭാവങ്ങളും ഒക്കെ മാറി മാറി ഇങ്ങനെ വരണം. റമദാൻ എത്തുമ്പോഴേക്ക് നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ
അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിനെ ഓർക്കാനുള്ള മനസ്സ് നൽകട്ടെ. അല്ലാഹുവിന് വഴിപ്പെടാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് മനസ്സ് നൽകണേ അല്ലാ. എത്രയോ ഉമ്മമാര് സഹോദരിമാര് സങ്കടപ്പെട്ട് പറയുന്നു, ഉസ്താദേ ഞങ്ങളെ മക്കൾ നിസ്കരിക്കുന്നില്ല, ഞങ്ങളെ ഭർത്താക്കന്മാര് നിസ്കരിക്കുന്നില്ല. അല്ലാഹു അവർക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരെ പ്രത്യേകം നീ പരിഗണിക്കണേ അല്ലാ. എല്ലാവരും നമ്മളെ കമന്റ് ബോക്സിൽ ആമീൻ പറയണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും കാണുന്നവരൊക്കെ ആമീൻ പറയാ, അറിയാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മളെ മജ്ലിസിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്, നമ്മളെ മജ്ലിസ് നിലനിൽക്കാൻ വേണ്ടിയാണ്. എനിക്കും ഈ മജ്ലിസ് നടത്താൻ താല്പര്യമാണല്ലോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് അറിയിക്കലാണ് കമന്റ് ഇടുക, അല്ലെ ഇതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതിനൊക്കെ നമ്മൾ പിഷ്കത്തരം ഒന്നും കാണിക്കാൻ പാടില്ല. അത് മാത്രങ്ങൾ ചെയ്താൽ മതിയല്ലോ. നമ്മളിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിക്ക് വേണ്ടിയാണ് മജ്ലിസ് നടത്തുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇനി നമുക്കൊരു സ്വലാത്ത് ചൊല്ലാം. റസൂലുള്ളാഹിക്ക് സ്വലാത്തും സലാമും നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. പരിശുദ്ധമായ ശഅബാൻ ഷരീഫിൽ നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത് സ്വലാത്ത് ചൊല്ലണം. കാരണം സ്വലാത്തിന്റെ വാർഷികമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. ശരിക്കും മനസ്സിലാക്കണം. ശഅബാൻ മാസം എന്ന് പറയുന്നത് സ്വലാത്തിന്റെ വാർഷികമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനം ചെയ്തത് സൂറത്തുൽ അഹ്സാബിലൂടെ ആഹ്വാനം ചെയ്തത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അപ്പൊ ഈ മാസത്തിൽ നമ്മൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് നമ്മളെ 1 മണിക്കുള്ള മജ്ലിസിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ സ്വലാത്ത് ഈ മാസം നമ്മൾ പറയും. അതിലെല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ
റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചൊല്ലിയ സ്വലാത്തും സലാമും മദീനയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ അള്ളാഹു നന്നാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി തരട്ടെ. മുത്തുനബിയെ സ്വപ്നം കാണാൻ, അതുപോലെ തന്നെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചൊല്ലിയത് ഖബൂൽ ചെയ്യണേ അല്ലാ. മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ലാ. അത് കാരണം ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മളെ ഏറ്റവും ഭയക്കേണ്ടതാണ് കുഫർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകലും. അതുപോലെ തന്നെ നമ്മൾ ദാരിദ്ര്യം നമ്മൾ ഇല്ലാതെ ഭയക്കണം. കടം വരലൊക്കെ നമ്മളെ ജീവിതത്തിൽ കൂടുതൽ നമ്മൾ ഭയക്കണം. അല്ലാഹുവിന്റെ റസൂല് കടത്തിനെ തൊട്ടും ദാരിദ്ര്യത്തിനെ തൊട്ടും കുഫറിനെ തൊട്ടും കാവൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് കാവൽ ചോദിക്കാം ഈ പരിശുദ്ധമായ സമയത്ത്. اللهم إني أعوذ بك من الكفر والفقر. 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 അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു വിശ്വാസ വൈകല്യങ്ങളെ തൊട്ടും ദാരിദ്ര്യത്തിനെ തൊട്ടും കടത്തിനെ തൊട്ടും സാമ്പത്തികമായ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എത്രയോ ആളുകൾ കടത്തിന്റെ പ്രയാസം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ. ഇൻഷാ അല്ലാ, ഇനി നമ്മൾക്ക് തവസ്സുൽ ബൈത്ത് ചൊല്ലാം. അനേകായിരം ആളുകൾക്ക് ഫലം ലഭിച്ച, അനേകായിരം ആളുകൾക്ക് ഉപകാരം ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു തവസ്സുൽ ബൈത്താണ്. നമുക്കൊക്കെ അറിയാം. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പതിവാക്കണം. നല്ല നല്ല ദിവസങ്ങളും രാത്രികളും പകലുകളൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഇതൊന്ന് നമ്മൾ വിട്ടുനിന്ന്, ഇന്ന് പല ആളുകളും മൊബൈൽ ഫോണിൻ്റെ അടിമയായിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ അടിമയായിട്ടുണ്ട്. അതിലിങ്ങനെ സിനിമയും സീരിയലും അതുപോലെ തന്നെ റിയാലിറ്റി ഷോവും അതുപോലെയുള്ള ഗാനങ്ങളൊക്കെ കേട്ടിങ്ങനെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തങ്ങളായി എൻ്റെ ഉമ്മമാരെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. ഞങ്ങൾക്ക് എപ്പോഴൊക്കെ ഒഴിവുണ്ടോ അപ്പൊക്കെ ചെല്ലുക. ചില ഉമ്മമാർ പറഞ്ഞു, ഞങ്ങൾ അടുക്കളയിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ കൂട്ടാൻ പാകം ചെയ്യുമ്പോഴൊക്കെയാണ് മജ്ലിസ് കേൾക്കാറുള്ളത്. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. പഴയ കാലത്തൊക്കെ അടുക്കളയിലാണ് കുറ്റം പറഞ്ഞിരുന്നത്. അമ്മായിമാൻ്റെ കുറ്റം, മരുമകളെ കുറ്റം, അയൽവാസിയുടെ കുറ്റം, ഇളയച്ചയുടെ മൂത്തച്ചയുടെ കുറ്റം ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം അടുക്കളയിൽ വരെ മജ്ലിസ് ആയിട്ടുണ്ട്, ദിക്റായിട്ടുണ്ട്, സ്വലാത്തായിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർക്കുകയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറാൻ ദിക്റുകൾ ചെല്ലുകയാണ്. അതിനെ എതിർക്കുന്ന കുറേ ആളുകളുണ്ട്. അതൊന്നും നമ്മൾ ചെവി കൊടുക്കണ്ട. അങ്ങനെ ആരൊക്കെ പറയുന്നത് അടുക്കളയിൽ അപ്പം മജ്ലിസ്, അടുക്കളയിൽ നിന്ന് അപ്പം ദിക്ർ, എന്താ അങ്ങനെ ചെല്ലാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? അടുക്കളയിൽ നിന്ന് ദിക്ർ ചെല്ലാം. അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും ഓർക്കണ്ടേ? അള്ളാഹുവിനെ ഓർക്കാത്തൊരു സമയം നമ്മളെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്തു ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബറിൽ വസിക്കും ഞങ്ങളെ പ്രിയ ഉറ്റ ഉടയോർ കുല്ലിലെ നബി തങ്ങളെ ബറക്കത്തിനാൽ സുഖം നൽകണേ യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ചെയ്ത നന്മ തിന്മകൾ എഴുതും മലക്കുകളേടതിൽ, നൽകും കരങ്ങൾ പലതതിൽ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുടിക്കൊത്ത പാലം സിറാത്തിലെ ഇടിമിന്നലറിയും നിലയിലെ കടക്കും ജനങ്ങളിലാകുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹത്തിനാൽ വലഞ്ഞിടും ജനം തൊണ്ട വറ്റി വരണ്ടിടും തിരുകൗസർ നേരം നൽകിടാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം ബാബ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.
സ്വീകരിക്കട്ടെ. അല്ലാ നീ സ്വീകരിക്കണം റഹ്മാനെ. ആമീൻ പറ, ആമീൻ പറ, കമന്റിൽ ആമീൻ പറ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും ഈ തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അകറ്റണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മള് റജബിലും ഷഅബാനിലും ദുആ ചെയ്യാൻ റസൂലുള്ളാഹി പറഞ്ഞ ആ ദുആ, അത് നമ്മളെ മജ്ലിസിൽ മാത്രമല്ല, നിസ്കാരത്തിന്റെ ശേഷമല്ല, നിങ്ങൾ എപ്പോഴൊക്കെ നിസ്കരിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ ദ്വാരക്കണുണ്ടോ അപ്പോഴൊക്കെ ദ്വാരക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ബർക്കത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ബർക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ദുആയാണത്. അതുകൊണ്ട് അത് ഒഴിവാക്കരുത് കേട്ടോ. എനിക്ക് സാലറി 1 ലക്ഷം കിട്ടുന്നുണ്ട്, തികയണില്ല ഉസ്താദെ, പൈസ കൊടുക്കാൻ ഫോണില്ല എന്ന്, ബർക്കത്തില്ലാഞ്ഞിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ ചൊല്ലണം. ഇത് നമ്മൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരു കൊല്ലം മുഴുവനും ബർക്കത്തില്ലാതെ നട്ടോടോടേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ في رجب وشعبان وبلغنا رمضان. اللهم بارك لنا 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 في رجب وشعبان وبلغنا رمضان. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കൊരു ഇസ്മ ചൊല്ലാം. ഈ ഇസ്മ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീട്ടിലൊക്കെ എഴുതി വെക്കണം എന്ന്. വലിയ ബർക്കത്ത് ഉണ്ടാകും കേട്ടോ. ഈ ഇസ്മ വീട്ടിൽ എഴുതി വെക്കുക. ഈ ഇസ്മ എപ്പോഴും പാരായണം ചെയ്യുക. വലിയ ബർക്കത്തുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറും, ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ ബാസിത്തു യാ അല്ലാഹ്, 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 യാ ബാസിത്തു യാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ ഇൻഷാ അല്ലാഹ്.
أفضل الذكر لا إله إلا الله سلام لا إله إلا الله 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 അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹ് ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വെട്ടിത്തരണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്കിനി ഇസ്തിഗ്ഫാർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം أستغفر الله العليم 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 ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. നല്ല ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തൗബ നൽകണേ അല്ലാഹ്. നരകമോചനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. നമുക്ക് അല്പം സലാത്ത് ഇല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു
അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്തൊക്കെയോ വിഷമങ്ങൾ പറഞ്ഞ്, സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും രോഗങ്ങളൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയത് ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ന്യൂനതകൾ പരിഹരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല പല അസുഖങ്ങൾ കാരണം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ എന്ത് അസുഖമുണ്ടെങ്കിലും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലിലവർക്ക് എത്രയും പെട്ടെന്ന് റാഹത്തോടെ വീട്ടിൽ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രഷറുള്ളവർ, കാൽമുട്ട് വേദന, തലവേദന, ഷുഗർ ഉള്ളവർ, കണ്ണുവേദന, ചെവി വേദന, ഊരവേദന, കാഴ്ചശക്തി കുറഞ്ഞവർ, ചെവി വേദനയുള്ള ആളുകൾ, ചെവിക്ക് കേൾവി ശക്തി കുറഞ്ഞ ആളുകളുണ്ട് റബ്ബേ. ക്യാൻസർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട്. ഇങ്ങനെ പല പല അസുഖങ്ങളുള്ള ആളുകൾ ശിഫ കൊടുക്കണേ അല്ലാഹ്. വയറുവേദനയുള്ളവർ, കിഡ്നിക്ക് അസുഖം, കരളിന് അസുഖമുള്ള ആളുകൾ, വൃക്കക്ക് അസുഖമുള്ള ആളുകൾ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഇരാരോഗ്യം കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുള്ള വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രയാസം കാരണം, കടങ്ങൾ കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. കടക്കാരാക്കി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള വഴി നൽകണേ റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാഹ്. പട്ടിണിയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ വീട് കൊടുക്കണേ അല്ലാഹ്. തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കല്ല. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾ, ഭർത്താക്കന്മാര്, ഉപ്പമാര്, ഭാര്യമാര്, മക്കളുണ്ട്, സഹോദരിമാര്, നല്ല ജോലി കൊടുക്കണേ അല്ലാ. പഠിച്ച ജോലി കൊടുക്കണേ അല്ലാ. അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ജോലി കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല. ഒരു പ്രയാസവുമില്ലാതെ പ്രസവിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല, അനുയോജ്യമായ മക്കളെ കൊടുക്കല്ല, സ്വാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കല്ല. മക്കളുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ മാറ്റണേ അല്ലാ. എത്രയോ ഉമ്മമാര് മക്കള് ലഹരിക്കടിമയാണെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട് റബ്ബേ. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മക്കൾക്ക് അത്തരം ദുസ്വഭാവങ്ങൾ നൽകല്ല അല്ലാ. നല്ല മക്കളാക്കണേ അല്ലാ. പരീക്ഷ എഴുതുന്ന മക്കൾ, പരീക്ഷ എഴുതിയ മക്കളുണ്ട് റബ്ബേ, എഴുതാൻ പോകുന്ന മക്കളുണ്ട് അല്ലാ. അവർക്കൊക്കെ നല്ല മാർക്ക് നൽകണേ അല്ലാ. പഠിച്ചത് ഓർക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. A+ കൊടുക്കണേ അല്ലാ. നല്ല വിജയം നൽകണേ അല്ലാ. പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുണ്ട്, അവർക്കൊക്കെ നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. എന്ത് പരീക്ഷയാണെങ്കിലും നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ദാമ്പത്യത്തിൽ ഖൈർ നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്ക് സൽസ്വഭാവം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. നല്ല സ്വഭാവം നൽകണേ അല്ലാ. ഈമാനും തഖ്വയും നൽകണേ അല്ലാ. സിഹ്ർ, കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാലുക്കളെ തൊട്ട് കാക്കണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ, അജ്ജുംറ ചെയ്യാൻ
ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ആരാധനകൾ സ്വീകരിക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യമക്കൾ, കുടുംബക്കാർ, ജ്യേഷ്ഠനിയന്മാർ, അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, അനിയത്തിമാർ, അവരെ ഭാര്യമക്കൾ, കുടുംബക്കാർ, ഭർത്താക്കന്മാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങളെ അയൽവാസികളുണ്ട്, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, വല്യപ്പ വല്യമ്മമാർ, ഭക്ഷണം തന്നവര്, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളെ മജ്ലിസ് കാണുന്നവരടക്കം എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ, ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലാ. ഈ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. എല്ലാ മേഖലയിലും ബർക്കത്ത് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. സാമ്പത്തികമായ ഹദ്ദ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെല്ലാ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം നീ നിറവേറ്റി തരണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയത് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹ്മ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് അവസാനിച്ചു. ഇന്ന് ഉച്ചക്ക് 1 മണിക്ക് നല്ല ഒരു വിഷയമായി നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നതാണ്. അതിലും എല്ലാവരും പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.